നമസ്കാരം. പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ഉയരുന്നു. ബാണാസുര സാഗറിൽ റെഡ് അലർട്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് 773.00 മീറ്ററാണ്. 773.50 മീറ്ററായി ജലനിരപ്പ് ഉയർന്നാൽ അധിക ജലം ഒഴുക്കിവിടും. അതേസമയം വയനാട് ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മിഥുന്റെ വേർപാടിൽ നെഞ്ചു തകർന്ന കൊല്ലം ജില്ലയിലെ വിളന്തറ ഗ്രാമം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുർക്കിയിലുള്ള മിഥുന്റെ അമ്മ സുജ മറ്റന്നാൾ നാട്ടിലെത്തും. തുടർന്നായിരിക്കും സംസ്കാരം നടക്കുക. അമ്മ സുജയെ മരണവിവരം അറിയിച്ചതായി ബന്ധു പറഞ്ഞു. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാനാണ് സുജ വിദേശത്തേക്ക് പോയതെന്ന് ബന്ധു പറയുന്നു. മിഥുന്റെ അച്ഛൻ അസുഖബാധിതനാണ്. നാട്ടിലായിരുന്നപ്പോൾ തൊഴിലുറപ്പിനും ആരുടെയെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനുമൊക്കെ പോയായിരുന്നു സുജ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. പ്രസവത്തിനിടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു. യുവതി മരിച്ചു. കുട്ടിയെ രക്ഷപ്പെടുത്തി. കുന്നംകുളം തെക്കേപ്പുറം പറവളപ്പിൽ സിനീഷിന്റെ ഭാര്യ ബിമിതയാണ് വൈകിട്ട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. 32 വയസ്സായിരുന്നു. പ്രസവത്തിനായി 15-ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിമിതയ്ക്ക് 16-ന് രാവിലെയാണ് പ്രസവ വേദന അനുഭവപ്പെട്ടത്. ഇതിനിടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പ്രത്യേക സംവിധാനം വഴി ഡോക്ടർ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രി ഡോക്ടറെ ആവശ്യപ്രകാരം യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടറുടെ സഹായത്തോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെയും സ്ഥിതി കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിൽ വീട്ടുകാർ തൃശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ബിമിതയെ രക്ഷിക്കാനായില്ല. യുവതിയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു. ആദ്യ പ്രസവത്തിൽ 5 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ്. നാലംഗ കുടുംബം താമസിക്കുന്ന വീട്ടിൽ കൊടികുത്തി, വീട് പൂട്ടി. നൂറനാട് CPM നേതാവിന്റെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി. കൈക്കുഞ്ഞടക്കം കുടുംബം താമസിക്കുന്ന വീടിന് മുന്നിൽ പാർട്ടി കൊടികുത്തി വീട് പൂട്ടി. ആദിക്കാട്ടുകുളങ്ങര സ്വദേശി അർഷാദ്, ഭാര്യ റജുല, 2 മക്കളടങ്ങുന്ന കുടുംബത്തിനാണ് ദുരവസ്ഥ നേരിട്ടത്. CPM പാലമേൽ LC സെക്രട്ടറി നൌഷാദ്, മുഹമ്മദ് അലി, അൻഷാദ് എന്നിവർക്കെതിരെ നൂറനാട് പോലീസിൽ കുടുംബം പരാതി നൽകി. പോലീസുകാർ സ്ഥലത്തെത്തി വീട് തുറന്നു കൊടുത്തു. 3 ദിവസം മുമ്പാണ് കുടുംബം ഈ വീട്ടിലേക്ക് താമസിക്കാനെത്തിയത്. ഇന്ന് മക്കളുമായി ദമ്പതികൾ ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട് പൂട്ടി കൊടികുത്തിയതായി കണ്ടത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളം കയറിയതിനാലാണ് അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസിക്കാനെത്തിയതെന്ന് കുടുംബം പറയുന്നു. 2006-ൽ പട്ടയഭൂമിയായി നൽകിയ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തത് തങ്ങൾ തടഞ്ഞതാണെന്ന് സംഭവത്തിൽ CPM പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നു. കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് എന്നീ ജില്ലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധിയും പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ അടക്കം അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു.